നമ്മളൊരു ക്രിസ്പി നൂഡിൽസ് വിത്ത് റൈസ് ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ റൈസ് ചെയ്തിട്ട് അതിലേക്ക് നൂഡിൽസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഹാക്ക നൂഡിൽസ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നൂഡിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാവുന്ന സമയത്ത് വീറ്റിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ഹാക്ക നൂഡിൽസ് കംപ്ലീറ്റ് വേണ്ട, അതിൻ്റെ പകുതി ഭാഗം മതി കേട്ടോ. അതായത് 1 കപ്പ് നൂഡിൽസ് മതി നമുക്ക്. 1 കപ്പ് റൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയിൽ മതി റൈസും നൂഡിലും. നൂഡിൽ നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നൂഡിലിട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് വേവിക്കുക. ജസ്റ്റ് വെന്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കുക. സ്റ്റാർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താലും മതിയാകും. അതിന് ശേഷം ഉള്ള നൂഡിൽസ് ആണ് ഇത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള നൂഡിൽസ് ആണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുകൂടെ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ മുറിച്ച് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്ത് വെക്കണം. 1 കപ്പ് നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ സമയത്ത് 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള റൈസാണിത്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുക. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുമ്പോൾ റൈസ് ആദ്യമേ റെഡിയാക്കി വെക്കണം. ചൂടോട് കൂടെ മിക്സ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ക്യാബേജൊക്കെ നീളത്തിൽ മുറിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് ഈ ഒരു ക്യാരറ്റ് മുറിച്ചെടുക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ക്യാരറ്റ് മുറിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ക്യാരറ്റ് ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ 2-3 പീസൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് നല്ല നൈസായിട്ട് അങ്ങ് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരേ ലെവലിൽ ഒരേ നീളത്തിലുള്ള ക്യാരറ്റ് കിട്ടും. മുറിക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ മുറിക്കാം. ഇപ്പോൾ ഇതുപോലെ ക്യാരറ്റ് നല്ല നൈസായിട്ട് മുറിച്ച് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 കളറാണ് എടുക്കുന്നത്. ക്യാപ്സിക്കം എല്ലാ കളറും വേണമെന്നൊന്നുമില്ല, നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ക്യാബേജ്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം 2 കളറിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല നൈസായിട്ട് തന്നെ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ്, കുറച്ച് ബീൻസും കുറച്ച് നീളത്തിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് ഫ്രഷ് കോൺ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മതി. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ഇനി വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മുട്ട ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ ആദ്യത്തെ ഫ്രൈഡ് റൈസിലൊക്കെ ചെയ്ത പോലെ വൈറ്റ് കളറിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് പിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു കുറച്ച് കളർഫുള്ളിന് വേണ്ടിയിട്ട് മുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ കുറച്ച് മൈദ, ഒരു 1 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇടുന്നതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആവുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്യുക. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. 3-4 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വരും. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുള്ള നൂഡിൽസ് കൈ വെച്ച് ഒന്നങ്ങ് പൊടിച്ചു കൊടുക്കുക. ഒരുപാട് ചെറുതാക്കണ്ട, ചെറുതായിട്ട് ഒന്നങ്ങ് പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ നൂഡിൽ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് എടുക്കുക. ബാക്കി മാറ്റി വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തത്, ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ വൈറ്റ് ചെറുതായി മുറിച്ചെടുത്തത്. സ്പ്രിംഗ് ഓനിയനും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ബീൻസും ക്യാരറ്റും ഇട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുക്കാവും, കാരണം നമ്മൾ ഇത്ര ചെറുതായി മുറിച്ചതുകൊണ്ട് തന്നെ. ഇതിലേക്ക് ക്യാബേജ്, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കോൺ ഒരിത്തിരി കഴിഞ്ഞ് ചേർക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കുക്ക് ആയിക്കോളും. ഇതിലേക്ക് ആ ക്യാപ്സിക്കം അതുപോലെ തന്നെ കോണും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല ഈ ഒരു ടൈപ്പ് റെസിപ്പിക്കൊക്കെ. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൽ അങ്ങനെ ടൊമാറ്റോ സോസ് ഇടാറില്ല. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കുറച്ച് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ആയാലും മതി. റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആദ്യം പറഞ്ഞാലും നമുക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറ് ഉടയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ റൈസും വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽ ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം നമുക്ക് ക്രിസ്പിയോട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഗ്രീനൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ ഒരു റൈസ് റെസിപ്പി റെഡിയായി. നൂഡിൽ വിത്ത് റൈസ് റെഡിയായി. നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂഡിൽ റൈസ് എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ടതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ക്രിസ്പിയിൽ കഴിക്കുമ്പോഴായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കഴിക്കാൻ നേരത്ത് ഫ്രൈ ചെയ്ത് നൂഡിലിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോഴായിരിക്കും നല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അങ്ങ് ചൂടാക്കിയാലും മതിയാവും. അപ്പോഴേക്കും നല്ല കറക്റ്റ് ടേസ്റ്റിൽ തന്നെ കിട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പാർട്ടി ഒക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു റൈസ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്